അവരിവിടെ ഉണ്ടാവും ചിലപ്പോ. നന്ദേട്ടാ, നിങ്ങൾ 3 പേര് ഇവിടെ നിൽക്കുക. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇനിയും അവരിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും അകത്തേക്ക് പോയി ശരിയാവില്ല. ഞാൻ പോയി നോക്കിയിട്ട് വരാം. എഴുതി അവൾ ഇതിനകത്തുണ്ടെങ്കിൽ കാണുന്ന നേരത്തെ തന്നെ കാരണം നോക്കി ഒരെണ്ണം പൊട്ടിച്ചേക്ക്. എന്നിട്ട് മതി സംസാരം. അങ്കിള് വിഷമിക്കണ്ട. സ്നേഹ അവര് കൊണ്ടുവരും. അവള് നമ്മളോട് അങ്ങനെയൊന്നും ചെയ്യില്ല. ചിലപ്പോ അവന്തികേച്ചി വിളിച്ചു പറഞ്ഞ ആൾക്ക് മാറിപ്പോയതാവും. അച്ഛാ, ദേ വെള്ളം കുടിക്കേ. എങ്കിലും അവള് നമ്മളോട് ഈ ചതി ചെയ്തല്ലോ. അവൻ നല്ലൊരുത്തനായിരുന്നെങ്കിൽ, എന്നെ അവൻ പറഞ്ഞു പറ്റിച്ചില്ലായിരുന്നെങ്കിൽ അവരുടെ വിവാഹം ഞാൻ നടത്തി കൊടുക്കുമായിരുന്നു. ഇതിപ്പോ ഈ കുടുംബത്തെ മുഴുവനായി ചതിച്ചവനെ ഞാൻ എങ്ങനെ എന്റെ മകളുടെ ഭർത്താവായി അംഗീകരിക്കും? എന്നെയും ഞാൻ പറയുന്ന കാര്യങ്ങളെയും കൂടുതലായി മനസ്സിലാക്കേണ്ടവളല്ലേ സ്നേഹ? അച്ഛാ, എന്താ സംഭവിച്ചെന്ന് നമുക്കറിയില്ലല്ലോ. ചിലപ്പോ നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങളെങ്കിലോ. അച്ഛാ, ഞാനും കൂടി എൻ്റെതായ രീതിയിലൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഇവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. അതാ ഞാൻ എങ്ങനെ വളർത്തിയതാ അവളെ. എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഞാൻ അന്നേ അർച്ചനോട് പറഞ്ഞതാ അവളെ ധനുഷിന്റെ കാര്യം പറഞ്ഞ് കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യരുതെന്ന്. ആര് കേൾക്കാൻ? അത് അവളുടെ നല്ലതിനു വേണ്ടിയല്ലേ ചേച്ചി പറഞ്ഞത്? പറഞ്ഞ് ഇപ്പോ ഇതുവരെ കൊണ്ടെത്തിച്ചില്ലേ നിന്റെ ചേച്ചി? ഇപ്പോ സമാധാനമായി കാണുമല്ലോ അവക്ക്. ഈ സമയത്ത് ആരെയും കുറ്റപ്പെടുത്തി നിൽക്കാതെ ചേച്ചി ഒന്ന് അന്വേഷിക്കേ. എനിക്ക് അന്വേഷിച്ചല്ലേ പറ്റൂ. പോയത് എന്റെ അനിയത്തിയായി പോയില്ലേ. സത്യം പറഞ്ഞ ആ വാർത്ത അറിഞ്ഞപ്പോ ചങ്ക് തകർന്നു പോയെന്റെ. ഇല്ല. ഇനി അവനോടൊപ്പം ഈ നാട്ടിൽ നിന്ന് തന്നെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവോ? ഏയ്, അതൊരിക്കലും സംഭവിക്കില്ല. അങ്ങനെ സ്നേഹം ആവശ്യപ്പെട്ടാലും ധനുഷ് അതിന് സമ്മതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ല സച്ചേട്ടാ, എനിക്കൊരു സംശയം. അന്ന് അവരുടെ വിവാഹം നടത്താനിരുന്ന ആ ദേവീക്ഷേത്രം അതിവിടെ അടുത്തല്ലേ? ഇനിയും അവിടെ തന്നെ ചെന്ന് താലി കെട്ടാനോ മറ്റോ അവർ പോയി കാണൂ. പോയി അന്വേഷിക്കാം. ആ സാധ്യത തള്ളിക്കളയണ്ട. എങ്കിൽ വേഗം പോവാം. സന്ദീപ്, നീ വണ്ടി എടുക്ക. ബാക്കി വെച്ച് കേട്ടോ. താൻ ഇത്രയും നേരം എവിടെയായിരുന്നു? അത്രയും പേരുടെ കണ്ണ് വിട്ട് ചിറങ്ങണ്ടേ? ഇപ്പൊ തന്നെ വൈകി. താൻ വാ.
സ്നേഹ, ഞാനിപ്പോ വരാം. ഹലോ, നീ ഏതമ്പലത്തിലാ ഉള്ളത്? എന്താ കാര്യം? കാര്യമൊക്കെ ഞാൻ പറയാം. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ അല്പം തിരക്കില്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ധനുഷ്, വേഷം കെട്ട് ഇറക്കരുത്. നീ എവിടെയെന്ന് പറ. ഞാനിവിടെ ചെമ്പ്. നിയമപരമായി നിങ്ങളിപ്പോ ഭാര്യയും ഭർത്താവായി കഴിഞ്ഞു. പരസ്പരം ചാർത്താനുള്ള ഹാരവും താലിയും ഇത് അവിടെ പൂജിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ചെന്നോളൂ. ശരി. താലി എടുക്കാം. സ്നേഹേ, നീ ഞങ്ങളെയൊക്കെ ചതിക്കായിരുന്നു അല്ലേടി? ആദ്യത്തെ അടി ഇവിടെ വന്ന് ഈ കാഴ്ച കണ്ടതിന്റെ ഷോക്കിലായിരുന്നു. അതുപോട്ടെ, ഇനി ഇവിടെ ഉപദ്രവിക്കണ്ട. എന്റെ പെങ്ങടെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ മാറിക്കടാ.
സജി, സന്ദീപേ, എന്തായാലും നമുക്ക് ഇവളെ കൊണ്ടുപോയേ പറ്റും. അതിനിടയിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റണം. സച്ചേട്ടാ, വീട് വീടാൻ എന്താണ് പ്രശ്നം? മാറങ്ങോട്ട് മാറ്. സാറേ, എന്താ? ഇത് ഞങ്ങളുടെ സഹോദരിയാ. ഇവൻ കുറെ നാളായി ഇവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യാൻ. പലതവണ പറഞ്ഞിട്ടും ദേ ഇവൻ കേൾക്കുന്നില്ല. അത്രേ ഉള്ളൂ പ്രശ്നം. ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണോടാ? സാറേ, കാര്യം ഞാൻ പറയാം. ഒരു മിനിറ്റ് നീ പറടാ. ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തില്ല സാറേ. വിവാഹം കഴിക്കാനാ ഞങ്ങൾ ഇന്ന് ഇവിടേക്ക് വന്നത്. ഇയാള് പറഞ്ഞൊക്കെ ശരിയാണോ? കുട്ടിയും ഇയാളും തമ്മിൽ ഇഷ്ടത്തിലാണോ? അതെ. കേട്ടല്ലോ, ഇവര് തമ്മിൽ വിവാഹം കഴിക്കാനാ ഇവിടെ വന്നത്. പിന്നെങ്ങനെയാ ശല്യാവുന്നത്? അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് നടത്തിക്കൊടുക്കാൻ അച്ഛനും ആങ്ങളമാരും ഒക്കെ ഇല്ലേ? അല്ലാതെ രഹസ്യമായി വിവാഹം കഴിക്കല്ല വേണ്ടത്. സ്നേഹേ, വാ. അത് നടക്കില്ല. ഞാൻ ധനുഷിന്റെ കൂടെ പോവാ. കാരണം ഇപ്പൊ ഞാൻ ധനുഷിന്റെ ഭാര്യയാ. നിയമപരമായി ഞങ്ങളുടെ വിവാഹം ഇന്ന് കഴിഞ്ഞു. അതെ, ഇവരുടെ വിവാഹ രജിസ്ട്രേഷൻ കഴിഞ്ഞു. കേട്ടല്ലോ എല്ലാവരും. ഈ അമ്പലത്തിൽ വെച്ച് ഇവരുടെ മാരേജ് രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി ആങ്ങളമാർക്കും പെങ്ങന്മാർക്കും ഈ കുട്ടിയുടെ മേലുള്ള അവകാശങ്ങളെക്കാൾ കൂടുതൽ അവകാശം ദാ ഈ നിൽക്കുന്ന ഭർത്താവിനാണ്. ഇന്നിവിടെ വന്ന് തല്ലുണ്ടാക്കിയതിനാ നിങ്ങളുടെയൊക്കെ പേരിൽ കേസെടുക്കേണ്ടതാണ്. ഇപ്പോഴുള്ള നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ വെച്ച് ഞാനത് ചെയ്യുന്നില്ല എന്ന് കരുതി ഈ രണ്ടുപേരെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ ഇതുപോലെ ആവില്ല എൻ്റെ പെരുമാറ്റം. പറഞ്ഞില്ലെന്ന് വേണ്ട. നിന്റെ നാശം ഇനി മുതൽ തുടങ്ങുക. മുഖത്ത് വെച്ചോ നീ.
ചേച്ചിയത്തെ കിട്ടുന്നില്ലല്ലോ. പോയിട്ട് എന്തായി ചേച്ചി? സ്നേഹയെ കണ്ടോ? പിന്നെ കണ്ടു, കണ്ടിട്ടായി വരുന്നത്. എന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ? എന്തിന്, എന്ത് കാര്യത്തിന്? അവള് വിവാഹം കഴിഞ്ഞു പോയില്ലേ? കഴിഞ്ഞോ? എന്നിട്ട് നന്ദേട്ടൻ എവിടെ? ആ, അവരൊക്കെ മറുവീട് പോയിരിക്കാന്ന് തോന്നുന്നു. അല്ല, നീ എന്താ വരാഞ്ഞ്? കേരള പോലീസ് വരെ പങ്കെടുത്ത വലിയ വിവാഹമായിരുന്നു. ഷേ, ഈ പെണ്ണിതെന്താ കാണിച്ച്? ഇനി ഇത് അങ്കിളിനോട് എങ്ങനെ പറയും? മലയാളത്തിൽ പറയണം. അതെന്താ, ആ കിളവന് മലയാളം പറഞ്ഞാ മനസ്സിലാവില്ലേ? നിന്റെ മുഖം കണ്ടാ തോന്നുമല്ലോ അവള് ചെയ്തത് വലിയ തെറ്റാണെന്ന്. ഞാനെന്തായാലും ഈ വാർത്ത ചൂടോടെ അയാളെ അറിയിക്കാൻ പോവാ. പോയി രഹസ്യ വിവാഹം കഴിച്ചു എന്നറിയുമ്പോ അയാളുടെ നെഞ്ചു പിടയ്ക്കുന്ന ഞെട്ടൽ എനിക്കൊന്ന് കാണണം, കണ്ടാനന്ദിക്കണം. ഇയാള് മാത്രമല്ല, ഒരു കാറിൽ വേറെ 3-4 വരുന്നുണ്ട്. അനിയത്തി സ്നേഹവുമായി പോയിട്ട് അവള് തന്നെ നാണം കെടുത്തി വിട്ടിട്ടുണ്ട്. ഇപ്പൊ വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള മറ്റാരെക്കാളോ ഈ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ടത് ചേച്ചിയല്ലേ? ഉണ്ടായ കുഞ്ഞിന്റെ അച്ഛനല്ലേ ഇപ്പൊ മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുന്നേ? ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എനിക്കറിയാം നല്ല വിഷമം ഉണ്ടാവുമെന്ന്. പിന്നെ ഇവിടെയുള്ളവരുടെ വിഷമം കാണാൻ അത് കാര്യാക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ. അതല്ലേ സത്യം? മറ്റാരും അറിയാത്ത ഈ വിവാഹകാര്യം എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിച്ചത് തന്നെ ഇവിടെയുള്ള ആരെങ്കിലും അത് മുടക്കാൻ വേണ്ടിയാണെന്നും എനിക്ക് മനസ്സിലായിരുന്നു. ചേച്ചി അവിടെ എത്തുന്നതിന് മുൻപ് എല്ലാം കഴിഞ്ഞിരുന്നു അല്ലേ? ഇപ്പോഴും ചേച്ചി മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഇവിടെയുള്ളവരുടെ വിഷമം കുറച്ചുനാൾ കഴിയുമ്പോൾ മാറും. സ്നേഹയും ധനുഷിനെയും അവർ തിരിച്ചു വിളിക്കും. പക്ഷെ ചേച്ചി അവൻ ചതിച്ചതും ഇനി ചതിക്കാൻ പോകുന്നതും എല്ലാം അവസാനം ഈ ജന്മം മുഴുവൻ എടുത്തു മാറ്റാൻ പറ്റാത്ത വിഷമത്തിലേക്കാവും ചേച്ചിയെ കൊണ്ടുചെന്ന് ഇടാൻ പോകുന്നത്. അങ്ങനെ തളർന്നൊരു മൂലക്കിരിക്കുന്നവളല്ല നിന്റെ ഈ ചേച്ചി. എത്ര തകർന്നാലും വീണ്ടും സ്വയം കെട്ടിപ്പടുക്കാൻ അവന്തികയ്ക്കറിയാം. ഒരു ധനുഷിനെ കണ്ടോണ്ടല്ലോ നമ്മുടെ അമ്മേനെ പെറ്റിട്ടത്. എന്റെ ജീവിതവും പ്രതികാരവും വേറെയാ. എന്റെ പ്രതികാരത്തിന് സ്വന്തം ചോരയായ നിന്നെ പകരം കൊടുത്ത അവന്തികയെ നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അച്ഛാ, എന്തേ മോളെ? സ്നേഹ നീ കണ്ടോ? കണ്ടച്ചാ. എന്നിട്ട് നീ അവളെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ? അത് അച്ഛാ, ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹം കഴിഞ്ഞു.